الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു ഇതിനെ സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ഈമാനും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലുകാർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബറുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പല സുഹൃത്തുക്കളും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയ ചിലരൊക്കെയുണ്ട്. ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെയും നമ്മയും അല്ലാഹു തആല സലാമത്തിലാക്കട്ടെ. ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് ഈ ചായയും മറ്റൊക്കെ കൊടുത്ത സുഹൃത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം ഒരു സൽക്കർമ്മമായി കബൂൽ ചെയ്യട്ടെ. എന്താണോ അദ്ദേഹത്തിന്റെ നിയ്യത്തെങ്കിൽ അല്ലാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് ഇതിന്റെ സവാബിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരാളുടെ ചോദ്യം ഉണ്ടായിരുന്നു, പാലും മത്സ്യവും മീനും തൈരും അല്ലെ ഒരുമിച്ച് കഴിക്കുന്നത് ഇസ്ലാമിക വിധി എന്താണെന്ന് ചോദിച്ചിട്ട്. അൽ അറഫ മൈക്ക് പോയിട്ടുണ്ട്. അൽ അറഫ മൈക്ക് പോയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അൽ അറഫ കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്ക് പോയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഒന്ന് ഓൺ ബേസ് ചെയ്താണ്. ഇപ്പൊ 4 എത്തും. ഏതായാലും മൈക്ക് പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല ക്ലിയറിലായിരുന്നു. ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദിന്റെ ക്ലാസ് നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഒരു സംശയം ചോദിച്ചതിന് മറുപടി പറയുകയായിരുന്നു. ഏതായാലും ഇപ്പോ കേൾക്കുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യണം. അത് DC ആയതാണ് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ വാദങ്ങളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്തുകൾ വിശദീകരിച്ചുകൊണ്ടും
അതേപോലെ തന്നെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആ പുനരുദ്ധാരണ ദിവസം, ആ ദിവസത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖണ്ഡിക്കുകയാണ്, അവരുടെ ആ വാദം നിരർത്ഥകമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അതിൽ സംസാരിക്കുകയുണ്ടായി. ഏകദേശം 4-5 ആഴ്ചയായില്ലേ. കാഫിരീങ്ങൾക്കുള്ള അദാബുകളെക്കുറിച്ചും അവർക്കുള്ള അതികഠിനമായ ശിക്ഷകളെക്കുറിച്ചും നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുകയുണ്ടായി. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അത് സംബന്ധമായി അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ അത് സംബന്ധമായ വിശദീകരണമായിരുന്നു നൽകിയിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലിൽ മുത്തഖീന മഫാസൻ ഹദായിഖ വഅഅനാബാ وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا. മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന അവന്റെ സമ്മാനം, അവന്റെ പ്രതിഫലം, അതിനെക്കുറിച്ച് അല്ലാഹു തആല വിശദീകരിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർക്ക് അവരുടെ ജസാ എന്ന് പറയുന്ന അവരുടെ സമ്മാനം, അവർക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളായ ആളുകൾക്കുള്ള പ്രതിഫലം അവർ ചെയ്ത സൽക്കർമ്മത്തിന്റെ മാത്രം പ്രതിഫലമല്ല, മറിച്ച് ഇരട്ടി, ഓരോ സൽക്കർമ്മത്തിനും അതിന്റെ ഇരട്ടിയിലധികം പ്രതിഫലം നൽകപ്പെടുമെന്നാണ്. പക്ഷേ കാഫിരീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത ദോഷങ്ങൾക്ക് അതിന് ഇരട്ടി ശിക്ഷയല്ല നൽകുന്നത്, അതിന് തുല്യമായ ശിക്ഷ. പക്ഷേ സൽക്കർമ്മങ്ങൾക്ക് അവർക്കുള്ള പ്രതിഫലം അതിനെ ഇരട്ടിപ്പിച്ചിട്ടാണ് നൽകുക. അല്ലാഹുവിന്റെ റഹ്മത്താണത്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം. സൂറത്തു അൻആമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കുകയുണ്ടായി. من جاء بالحسنة فله عشر أمثالها. ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹ, അവൻ ആ ചെയ്തതിനെ 10 ഇരട്ടിയാക്കുമെന്നാണ്. അതിന്റെ ഒരു സൽക്കർമ്മം ചെയ്താൽ അതിന് 10 സൽക്കർമ്മം ചെയ്ത പ്രതിഫലം അതിന് ലഭിക്കും. ومن جاء بالسيئة فلا يجزى إلا مثلها. എന്നാൽ തിന്മ ചെയ്താലോ, ദോഷം ചെയ്താൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, അവർ ചെയ്ത ദോഷത്തിന്റെ ശിക്ഷയല്ലാതെ അവർക്ക് നൽകപ്പെടുകയുമില്ല. ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ ചെയ്ത ദോഷത്തിന്റെ ശിക്ഷ മാത്രം, സൽക്കർമ്മം ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പ്രതിഫലം നൽകുകയും കാഫിരീങ്ങളായ ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ജസാഅൻ വിഫാഖ എന്ന് പറഞ്ഞു അല്ലേ, ജസാഅൻ വിഫാഖ, അവർക്ക് അനുയോജ്യമായ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ശിക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്നിട്ട് അല്ലാഹു തആല തുടരുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജലാലിയത്തിനെ വിശദീകരിക്കുകയാണ്. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ അർറഹ്മാനി ലാ യംലികൂന മിൻഹു ഖിതാബാ.
يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا അല്ലാഹു തആല അവന്റെ ജലാലിയത്തിനെ വിശദീകരിക്കുകയും ശേഷം മഹ്ശറിലുള്ള വലിയ സംഭവങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുകയും ചെയ്യുന്നു. റബ്ബിസ് സമാവാതി വൽ അർദ് ജസാഅൻ മിർ റബ്ബിക നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രതിഫലമാണ്, അവർക്കുള്ള സമ്മാനമാണിത്. മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ വർണ്ണിച്ചതിന് ശേഷമാണ് ജസാഅൻ മിർ റബ്ബിക അത്വാഅൻ ഹിസാബാ നിന്റെ അങ്ങയുടെ രക്ഷിതാവിൽ നിന്നുള്ള അവർക്കുള്ള സമ്മാനമാണിത്. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്കും ഉള്ള അനുയോജ്യമായ അല്ലെങ്കിൽ അതിനെ ഇരട്ടിപ്പിച്ചു നൽകിയ പ്രതിഫലവും തിന്മ ചെയ്ത ആളുകൾക്ക് അവർ ചെയ്ത തിന്മയ്ക്ക് അനുയോജ്യമായ പ്രതിഫലവും. അതാണ് രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നലിൽ മുത്തഖീന മഫാസ എന്ന് പറഞ്ഞിട്ട് മുത്തഖീങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അല്ലേ കാഫിരീങ്ങളായ ആളുകളെ കുറിച്ച് പറഞ്ഞു. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ തുടങ്ങി കാഫിരീങ്ങളായ ആളുകളെ കുറിച്ച് അതിന് മുമ്പ് വർണ്ണിച്ചു. അവർക്കുള്ള ശിക്ഷകളെ കുറിച്ച് വിശദീകരിച്ചു. രണ്ട് കൂട്ടരുടെയും ശിക്ഷയെയും പ്രതിഫലത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വർണ്ണിച്ചു. എന്നിട്ട് റബ്ബ് പറയുന്നു, ഇത് റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ റഹ്മാൻ അങ്ങയുടെ രക്ഷിതാവിൽ നിന്നുള്ള പ്രതിഫലം. ഏതാണ് ആ രക്ഷിതാവ്? റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ റഹ്മാൻ ആകാശഭൂമികൾക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ പ്രതിഫലം. റബ്ബിസ് സമാവാതി വൽ അർദ് ആകാശങ്ങളുടെയും ഭൂമികളുടെയും അധിപൻ, ആകാശങ്ങളുടെയും ഭൂമികളുടെയും രക്ഷിതാവ്. വമാ ബൈനഹുമാ ആകാശഭൂമികൾക്കിടയിലുള്ളതിന്റെയും ആകാശഭൂമികളും അതിന്റെ ഇടയിലുള്ളതും എന്ന് പറയുമ്പോ പ്രപഞ്ചം അല്ലെ, ആലം. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ സൂറത്തുൻ നബഇന്റെ തുടക്കത്തിൽ പരമാവധി വർണ്ണിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ കാണുന്നതും നമ്മൾ എത്തിപ്പിടിച്ചതും ഒന്നും പ്രപഞ്ചത്തിന്റെ അറ്റമല്ല. നമ്മൾ എത്തിപ്പിടിച്ചതൊന്നും പ്രപഞ്ചത്തിന്റെ അറ്റമല്ല. ലക്ഷക്കണക്കിന് ഭൂമികളെ ഇടാൻ മാത്രം വലുപ്പമുണ്ടത്രേ സൂര്യന്. ലക്ഷക്കണക്കിന് ഭൂമികളെ ഇടാൻ മാത്രം വലുപ്പമുണ്ട് എന്തിന്? സൂര്യൻ. ആ സൂര്യനേക്കാൾ വലിയ ഗ്രഹങ്ങളുണ്ടത്രേ, ആ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ടത്രേ. ഇത് ഏകദേശം ഇപ്പോ നമ്മുടെ ആധുനിക ശാസ്ത്രത്തിന്റെ പരിധിയിൽ ഒതുങ്ങിയ, കണ്ടുപിടുത്തത്തിൽ ഒതുങ്ങിയ രീതിയിലുള്ള ഈ ഗാലക്സികളെക്കുറിച്ചും സൗരയൂഥത്തെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചെറിയ വീഡിയോകൾ കാണാൻ കഴിയും. ചെറിയ വീഡിയോകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അതൊക്കെ ഒരുതരം, അതൊന്നും അതിന്റെ അറ്റമല്ല, അതൊക്കെ സങ്കല്പങ്ങളോ മറ്റോ ആവാം. എന്നാൽ തന്നെയും ഏകദേശം ഒരു ചിത്രം നമ്മളൊന്നുമല്ല എന്നിടത്ത് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും. അതാണ് ഇതൊക്കെയും നിയന്ത്രിക്കുന്ന ആകാശങ്ങളുടെയും ഭൂമികളുടെയും അതിന്റെ ഇടയിലുള്ള സർവചരാചരങ്ങളുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹം, അവന്റെ റഹ്മ, അവന്റെ പ്രതിഫലം, അവന്റെ സമ്മാനം. വമാ ബൈനഹുമാ അല്ലെ, മനുഷ്യര് മാത്രാണോ? അല്ല, മനുഷ്യർ, മലക്കുകൾ, ജിന്നുകൾ,
ജീവജാലങ്ങൾ, നിർജീവ വസ്തുക്കൾ എല്ലാം 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 അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം. ഇവകളൊക്കെയും നിയന്ത്രിക്കുന്ന, ഇവകളൊക്കെയും പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമത്രേ അവ, പ്രതിഫലമത്രേ അവ. അർ-റഹ്മാൻ, ഇതിന്റെയൊക്കെ റബ്ബ് എന്ന് മാത്രമല്ല റഹ്മാനുമാണവൻ. റഹ്മാനായ അല്ലാഹുവിന്റെയും, റഹ്മാൻ റഹ്മാൻ റഹീം അല്ലേ, അർ-റഹ്മാൻ റഹീം സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഓതുന്നു. റഹ്മാനും റഹീമും, എന്താ റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം? അക്ഷരത്തിലുള്ളത് പോലെ തന്നെ അതിന്റെ ആശയത്തിലും വ്യത്യാസമുണ്ട്. റഹ്മാൻ എന്ന് പറയുമ്പോൾ റഹീം എന്ന് പറയുന്നതിനേക്കാൾ അക്ഷരം കൂടുതലുണ്ട് അല്ലേ? അതേപോലെ അതിന്റെ അർത്ഥത്തിലും മാറ്റമുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ദുനിയാവിൽ വെച്ച് അവനെ അനുസരിച്ച ആളുകൾക്കും അവനെ അനുസരിക്കാത്ത ആളുകൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. എന്നാൽ റഹീം അങ്ങനെയല്ല. റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് ചെല്ലുമ്പോൾ ഇവിടെ വെച്ച് അവനെ അനുസരിച്ച ആളുകൾക്ക് മാത്രം റഹ്മത്ത് ചെയ്യുന്നവൻ. അവിടെ മറ്റൊരു റഹ്മത്തില്ല. അനുസരണ കേട് കാണിച്ചവർക്ക് അവിടെ ഒരു ദാക്ഷിണ്യവും ഒരു റഹ്മത്തും ഒരു കരുണയുമില്ല. അവിടെ മുഅ്മിനീങ്ങൾക്ക് മാത്രം. ഇവിടെയോ? ഇവിടെ എല്ലാവർക്കും. ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലെ? നമ്മുടെയൊക്കെ കാര്യമായ പരാതി തന്നെ എന്താ? നമ്മുടെയൊക്കെ കാര്യമായ പരാതി എന്താ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇന്ന് റിസൾട്ട് പുറത്തു വന്നു അല്ലേ? സുബ്ഹാന ജല്ല ജലാലു. ഇന്ന് ജുമുഅക്ക് വന്നപ്പോ ഓരോരുത്തരെ കണ്ണും മുഖമൊക്കെ ഇങ്ങനെ കാണണം, എന്തോ ഒരു തരം ഇഞ്ചി അടിച്ച പോലെ അല്ലേ? ആർക്കും എല്ലാവർക്കും ഒരു ഹമ്മ്. എന്താവും? ഒന്നും ആവാനില്ല. എല്ലാവർക്കും ഒരു ഹമ്മ്. ചെയ്യേണ്ടവർ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന, താനിരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ആര് കയറിയിരിക്കും? അവിടെ മോഡിയും കയറിയിരിക്കും. മനസ്സിലായോ? താനിരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭരിക്കുന്ന കാലത്ത് ഭരിക്കണമായിരുന്നു. അപ്പൊ തല്ലി നിന്നു അല്ലേ? അപ്പൊ അല്ലാഹു തആല ഒരു പരീക്ഷണം. അതെന്തോട്ടെ. അപ്പൊ നമ്മുടെ പരാതി ഏതാണ്? ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടും മുസ്ലിമീങ്ങളുടെ ശത്രുവിന് വിജയം കിട്ടിയല്ലോ എന്നാണ് അല്ലേ? എന്താണിത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നൊരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാതൃക യഥാർത്ഥത്തിൽ ആരാണ്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി. ഇവിടെ പാകിസ്ഥാനിലേക്ക് പോവാനല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ ജനിച്ചു വീണ നാട് വിട്ടു പോകേണ്ടി വന്നില്ലേ? പോയില്ലേ? പുറത്താക്കപ്പെട്ടില്ലേ? അവരാട്ടി ഓടിച്ചു അല്ലേ? മുഅ്മിനീങ്ങൾ എത്ര പ്രയാസപ്പെട്ടു. എന്താ കാരണം? അല്ലാഹു ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഈമാനിന് പ്രശ്നമുണ്ടായതുകൊണ്ടും ആയിരിക്കണമെന്നില്ല. ഇത് ദുനിയാവാണ്, ഇത് സിജിനാണ്. ആർക്ക്? മുഅ്മിനിനാണ് സിജിന്, കാഫിറിന് ഇത് ജന്നത്താണ്. ഇത് നമുക്ക് ജന്നത്താവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നടക്കൂല. അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിരീൻ അല്ലേ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എല്ലാവർക്കും എല്ലാം നൽകും. അവർക്ക് താൽക്കാലികമായ വിജയം ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും ശത്രുക്കൾക്ക് ലഭിക്കും. പക്ഷെ അന്തിമ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അന്തിമ വിജയമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. താൽക്കാലികമായ പരീക്ഷണങ്ങളും പരാജയങ്ങളും അതിലൊന്നും അർത്ഥമില്ല. അത് ചിലപ്പോൾ ഗുണം ആയി മാറാറുമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊള
അള്ളാഹുവിന്റെ അടുക്കൽ ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിക്ക്, ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിനോളം വിലയുണ്ടായിരുന്നുവെങ്കിൽ, കൊതുകിന്റെ ഒരു ചിറകിനോളം വിലയുണ്ടായിരുന്നുവെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ, ഒരു കാഫിറിനും ഒരു ഇറക്ക് വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകില്ലായിരുന്നു. ദുനിയാവ് നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നുകയാണ്, നമ്മൾ ദുനിയാവിന്റെ പിന്നാലല്ലേ. പക്ഷേ ദുനിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊതുകിന്റെ ചിറകിന് വില കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും കാഫിറിന് അല്ലാഹു തആല ഒരിറക്ക് ശുർബത്തമാ, പച്ച വെള്ളം കൊടുക്കൂല. ഇവിടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും സുന്നത്തും എല്ലാം ചെയ്ത് എല്ലാ ദിക്റിന്റെ മജ്ലിസിലും എല്ലാ വഅദിന്റെ സദസ്സിലും പോയിരിക്കുന്ന ആളുകൾക്കാണ് എല്ലാ മുസീബത്തും, അല്ലെ? എല്ലാ മജ്ലിസിലും ഇയാൾക്ക് കാര്യമായിട്ടൊരു ദ്വാരക്കാണ്ടാവും, കാര്യമായിട്ട് ദ്വാരക്കാൻ ഏൽപ്പിക്കാനുണ്ടാവും. എന്നാലും അയാളെ പ്രശ്നങ്ങളോട് തീരുന്നില്ല. അപ്പൊ അയാളിങ്ങനെ ചിന്തിക്കാണ്, എന്തപ്പം നിസ്കാരം നോമ്പൊക്കെ ഏറ്റിടണം, ഞാൻ ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കാത്ത മനുഷ്യനാണ്. പക്ഷെ എന്റെ റൂമിലിന്റെ കട്ടിലിന്റെ മുകളിലെ തട്ടിൽ കിടക്കുന്ന ഒരു പുരാനുണ്ട്, ഓന് നിസ്കാരമല്ല നോമ്പുമില്ല ഒരു പ്രശ്നമല്ല, പക്ഷെ ഓന് ഒരു ബുദ്ധിമുട്ടും. എന്താ, നമുക്കെന്താ കുഴപ്പം? ഈ ബുദ്ധിമുട്ടില്ലായ്മ എത്ര കാലം നിൽക്കും? എത്ര കാലം നിൽക്കും? ഏറി വന്നാൽ വളരെ കുറഞ്ഞില്ലേ, വളരെ കുറഞ്ഞ കാലം, വളരെ കുറഞ്ഞ കാലം. പക്ഷേ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പരാതിയായിട്ടല്ല, ഒരു വിഷമം പറഞ്ഞു. വിശപ്പ് രൂക്ഷമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വിശപ്പ് അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ ഇതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആയിഷ, സ്ഥായിയായ എന്നെന്നും നിലനിൽക്കുന്ന ഒരു വിജയമാണ് എനിക്ക് വരാനുള്ളത്. അത് കളയാൻ താൽക്കാലികമായ പ്രയാസം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അത് നേടാൻ താൽക്കാലിക പ്രയാസം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. താൽക്കാലികമായ പ്രയാസങ്ങളിൽ ക്ഷമിക്കാതെ എന്നേക്കുമുള്ള സന്തോഷത്തെ നശിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല. സ്വർഗീയ പ്രവേശനമാണ് ഒരു മുഅ്മിനിന്റെ അന്തിമ ലക്ഷ്യം, അല്ലെ? അവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അവിടേക്കാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളതും, അവിടെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടതും. അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി താൽക്കാലികമായുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതിന് എന്താ പ്രശ്നം? ഏറി വന്നാൽ ഒരു 25, 30, 40 വർഷല്ലേ? അതൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയി, അല്ലേ? എത്ര പെട്ടെന്ന്. ഇന്ന് ഒരു സുഹൃത്ത് പറയാണ്, ഇനിയിപ്പോ അടുത്ത ഇലക്ഷൻ കാണാന് ഞാൻ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്കുള്ള ബേജാറ്. കാരണം എത്ര കൊല്ലം കഴിയണം? താൽക്കാലിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ 5 കൊല്ലം ഏതായാലും വേണ്ടേ? 5 കൊല്ലാകുമ്പോ ഈ പറഞ്ഞ ആൾക്ക് 50 വയസ്സ് കഴിയും. ആളിപ്പോ 45, 46 അപ്പൊ 5 കൊല്ലം കഴിയുമ്പോ ആൾക്ക് എത്രയായി? മോഡിയല്ല, മോഡിന്റെ മോഡി വന്നു. എന്നാൽ തന്നെ എത്ര തെരഞ്ഞെടുപ്പിന് നമ്മൾ സാക്ഷികളാവേണ്ടി വരും ഏറി വന്നാൽ? ഒന്ന് ആലോചിച്ചു. പക്ഷെ നമ്മുടെ ചില ആളുകളുടെ ബേജാറ് കാണുമ്പോ സ്വർഗം മോഡി കുടിച്ചെടുത്തോ എന്നാണ്, അല്ലേ? 1, 2, 3 തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ നമ്മൾ നേരിടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് സുരക്ഷിതത്വം നൽകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ റബ്ബ് സുബ്ഹാനഹു വ തആല ദില്ലത്തിലാക്കട്ടെ. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന് വില കൊടുത്തിട്ടില്ല. ഹിയദ്ദുനിയാ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. അതാണ് ദുനിയാവ്. അത് വളരെ കുറഞ്ഞതും താൽക്കാലികവും നൈമിഷികവുമാണ്. നൈമിഷികം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞത്, കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിരിക്കും. വആശിഖുഹാ അദല്ലു മിനൽ ദലീലി.
ആ ദുനിയാവിനെ സ്നേഹിച്ചു നടക്കുന്നവൻ, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുന്നവൻ, അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ, അവനാണ് വിഡ്ഢി. അല്ലാഹു തആല കാത്തുരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിലുള്ള സകല ചരാചരങ്ങൾക്കും, പ്രത്യേകിച്ച് ദുനിയാവിലെ ജീവിതത്തിൽ അല്ലാഹു റഹ്മത്ത് ചെയ്യുന്ന വിശാലമായ റഹ്മത്ത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാ കാഫിര്യങ്ങളെ കുറിച്ച് പറയുന്നത്? നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അവസ്ഥ. അല്ലാഹു സുബ്ഹാൻ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാളെ നാട്ടിൽ നിന്നും വിസ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. അയാൾക്ക് വിസ കൊടുത്തത് നമ്മളാണ്, അയാളെ കൊണ്ടുവന്നത് നമ്മളാണ്, എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് പോലും നമ്മളാണ്. എന്നിട്ട് എല്ലാ പ്രയാസങ്ങളും സഹ തടവുകാരുടെ, അല്ലെ, അങ്ങനെ പറയലാണ് ശരി. നമ്മുടെ റൂമിലുള്ള മറ്റുള്ള ആളുകളെ റൂംമേറ്റ് എന്ന് പറയില്ലേ, സഹതടവുകാർ, അല്ലെ, അങ്ങനെ പറയലാണ് ഒരർത്ഥത്തിൽ ശരി. നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ കുത്തും അവരുടെ മാനസികമായ അനിഷ്ടവുമൊക്കെ സഹിച്ച് ജോലി ശരിയാവുന്നത് വരെ നമ്മുടെ കൂടെ താമസിപ്പിച്ച് അങ്ങനെ ഒരു ജോലിയാക്കി കൊടുത്തൊക്കെ നമ്മളാണ്. ജോലിയാക്കി കൊടുത്തതിന് ശേഷം അവൻ നമുക്ക് നല്ലൊരു പാരണ്ട് വെച്ചു, നല്ലൊരു പാര. എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ആരെക്കുറിച്ച് ഇവന്റെ പേര് സംസാരിച്ചാലും ഇവനെ വളരെ മോശമായിട്ട് നമ്മൾ സംസാരിക്കുള്ളൂ. അതിന് ശേഷം ഒരാളെപ്പോലും നാട്ടിൽ നിന്ന് വിസ കൊടുത്ത് കൊണ്ടുവരുന്ന പരിപാടി നമ്മൾ നിർത്തും, അല്ലേ? നമ്മളെന്താ ന്യായം പറയാ? ഇല്ലല്ല, ഒരൊറ്റ ആൾക്ക് ഒരു ഉപകാരം ഞാൻ ചെയ്യൂല, ഞാൻ ചെയ്ത ഉപകാരത്തിനാണ് എനിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ട് എന്ന്, അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തീരുമാനമെടുക്കണം നമ്മുടെ കാര്യത്തിൽ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഓക്സിജൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വായു, വെള്ളം, വെളിച്ചം, സൗകര്യങ്ങൾ എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അല്ലാഹുവിന് വേണ്ടിയാണോ? ഇതെല്ലാം ഉപയോഗിച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ദോഷം ചെയ്യുന്നതിലാണ് മനുഷ്യന് കൂടുതൽ താല്പര്യം. സമ്പത്ത് കൊടുത്താൽ അവന് ആസ്വദിക്കാനും ആഹ്ലാദിക്കുവാനുമുള്ള പാർക്കുകളും അതേപോലെ തന്നെ ആഡംബരത്തിന് വേണ്ടിയുള്ള മറ്റു ചെലവുകളിലേക്കും അവന്റെ ആ സമ്പത്തിനെ അവൻ വിനിയോഗിക്കും, റബ്ബിന്റെ വഴിയിലേക്കല്ല. എന്നിട്ടും അല്ലാഹു തആല അവന് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് റഹ്മത്ത്. റബ്ബിന്റെ റഹ്മത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മള് ഞാൻ സൗദി അറേബ്യയിലായിരിക്കുന്ന കാലത്ത് എന്റെ ഒരു സുഹൃത്തിന്റെ കഫീലിനെ ഒരു സുഡാനി പറ്റിച്ചു. അതായത് 50,000 റിയാല് ഈ സുഡാനി ആ കഫീലിന്റെ കയ്യിൽ നിന്ന് മുക്കി അയാൾ നാടുവിട്ടു. ഈ എന്റെ സുഹൃത്തിന്റെ കഫീലിന്റെ വിശ്വസ്തനായിരുന്നു ഈ സുഡാനി. എത്ര റിയാല് പറ്റിച്ചു? 50,000 റിയാല്. അങ്ങനെ ഈ അറബി ഇടക്കിടക്ക് പറയും, അവന് ഞാൻ എന്റെ അഹിനെ പോലെ കരുതിയതാണ്, പക്ഷെ അവൻ എന്നെ എന്തായി വഞ്ചിച്ചു എന്നൊക്കെ ഇടക്ക് പറയും. അപ്പൊ എന്റെ സുഹൃത്ത് പറയാണ്, ഒരു ദിവസം ഈ സുഡാനിയെ വീണ്ടും ഞാൻ എന്റെ കഫീലിന്റെ കൂടെ കണ്ടു. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല, ഇവനല്ലേ അന്ന് പൈസ മുക്കിയത് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറയണത്രേ, അതെന്നെ, ആളവൻ തന്നെയാണ്, പക്ഷെ അവൻ നാട്ടിൽ നിന്ന് രണ്ടാമത് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പൊരുത്തപ്പെടിക്കലും എന്റെ തല പിടിച്ച് ചുംബിക്കൊക്കെ ചെയ്തു. ഞാൻ പിന്നെ എന്താ അവനോട് പറയാ? അപ്പൊ ഈ സുഹൃത്തിനോട് പറഞ്ഞത് തന്റെ കഫീലിന്റെ അപാരമായ റഹ്മത്തിനെ വിശദീകരിക്കാൻ വേണ്ടി പറയണം, കാരുണ്യത്തെ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഈ ഒരു അറബിയെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടെന്താ? അങ്ങനത്തെ ഒരു കഫീലിനെ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ എന്നാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഒന്നും നമ്മൾ തിരിച്ചു കൊടുക്കുന്നില്ല. തല പിടിച്ച് ചുംബിക്കെങ്കിലും ചെയ്തവൻ. നമ്മൾ റബ്ബിനൊന്നും തിരിച്ചു ചെയ്യുന്നില്ല. ചെയ്യുന്നതോ റിയാഉം ഉജ്ബും നശിപ്പിച്ചു കളഞ്ഞു. ആൾക്കൂട്ടത്തിലാകുമ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നു, കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു. അത് ആളുകൾക്ക് വേണ്ടിയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.
നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എന്നിട്ടും അല്ലാഹു തആല നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് റഹ്മാൻ. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ അർറഹ്മാനി ലാ യംലികൂന മിൻഹു ഖിതാബാ. ആകാശങ്ങളുടെയും ഭൂമികളുടെയും അവക്കിടയിലുള്ളതിന്റെയും അധിപനായ രക്ഷിതാവായ റഹ്മാനുമായ അപാരമായ കാരുണ്യത്തിന്റെ ഉടമയുമായ അല്ലാഹുവിന്റെ സമ്മാനമത്രേ അവ. നേരത്തെ പറഞ്ഞ മുഅ്മിനീങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും അത്രയും. ലാ യംലികൂന മിൻഹു ഖിതാബാ, ലാ യംലികൂന മിൻഹു ഖിതാബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി മഹ്ശറിലുള്ള മനുഷ്യന്റെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ലാ യംലികൂന മിൻഹു ഖിതാബാ. അല്ലാഹുവിനോട് ഒരാൾക്കും സംസാരിക്കാൻ സാധ്യമല്ല. ലാ യംലികൂന, അവർ ഉടമയാക്കുകയില്ല, അവർക്ക് സാധിക്കില്ല. ഖിതാബ്, അല്ലാഹുവിനോട് ഖിതാബ് സംസാരിക്കാൻ അവർക്ക് സാധിക്കില്ല. മഹ്ശറിൽ വെച്ച് റബ്ബിനോട് സംസാരിക്കാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ കിബ്ർ. അല്ലാഹു മുതകബ്ബിറാണ്. കിബ്ർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇപ്പോ മനുഷ്യർ തന്നെയും ഒരു വിഷയത്തിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണ്ടി വന്നു. SI-യുടെയോ CI-യുടെയോ മുന്നിൽ ചെന്ന് നിന്നാൽ അവന്റെ ആ ഇരിപ്പും അവന്റെ ആ മീശയും അല്ലേ, അവന്റെ നോട്ടമൊക്കെ കൂടെ കാണുമ്പോ നമ്മുടെ മൈൻഡ് ചെയ്യാതെ അവന്റെ ജോലിയിൽ അവൻ വ്യാപൃതനാവുകയും ഫോൺ ചെയ്യുന്നു, അങ്ങനെ അവന്റെ ഫയലുകൾ നോക്കുന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. നമുക്ക് അവനോട് സംസാരം തുടങ്ങാൻ ധൈര്യം വരുമോ? ന്യായം പറയാനും ന്യായക്കേട് പറയാനും ധൈര്യം വരുമോ? ധൈര്യം വരില്ല. നമ്മള് പൂച്ചയെ പോലെ അങ്ങനെ നിൽക്കും അവിടെ, അയാളൊന്ന് ചോദിച്ചു കിട്ടാൻ. കിബർ കാണിച്ചു നിൽക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ വലിയ ഹൈബത്ത് തോന്നുന്ന ഒരാളോട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, സംസാരം തുടങ്ങാൻ കഴിയില്ല. അത് രണ്ടു നിലക്കും വലിയ ഹൈബത്തുള്ള ആളുകളും അല്ലെ, കാര്യപ്പെട്ട മഹാന്മാരായ ആളുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വലിയ മഹത്വമുള്ള മഹാന്മാരായി നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളും അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് അങ്ങോട്ട് സംസാരം തുടങ്ങാൻ കഴിയില്ല. നമ്മൾ അവിടെ വളരെ പൊതുങ്ങി നിൽക്കും അല്ലെ. അതാണ്, അത് മനുഷ്യരുടെ മുന്നിലാണ്. ഇവിടെ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അൽ കിബ്രിയാഉ റിദാഇ. അല്ലാഹു സുബ്ഹാനഹു, കിബ്ർ എന്റെ റിദാ ആണ് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്, യഥാർത്ഥത്തിലുള്ള മുതകബ്ബിറിന്റെ മുന്നിൽ. എല്ലാം നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, എല്ലാവരുടെയും റൂഹുകളെ പിടിച്ചതിന്റെ ശേഷം, അസ്രായീൽ അടക്കം മരിച്ചതിന്റെ ശേഷം പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം അല്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിച്ചു, റബ്ബിന്റെ വജ്ഹ് മാത്രം അവശേഷിക്കുമെന്ന് പറഞ്ഞ ആ ഘട്ടം, എല്ലാം നശിച്ച് റബ്ബിന്റെ വജ്ഹ് മാത്രം അവശേഷിക്കുന്ന ഘട്ടം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ത്? ഞാനാണ് റബ്ബ്, ഞാനാണ് മലിക്കുൽ മുലൂക്ക്, രാജാധിരാജൻ, രാജാക്കന്മാരുടെ രാജാവ്, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്. ഞാനല്ലാതെ വേറെ ഏതെങ്കിലും രക്ഷിതാവുണ്ടോ? ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉടമസ്ഥനുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കും. അതാണ് കിബറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അനുയോജ്യൻ. അതുകൊണ്ടല്ലേ കിബർ വലിയ പ്രശ്നമായി മാറിയത്. നമുക്ക് കിബറിന്റെ ഒരു അണുമണി തൂക്കം ഹൃദയത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അവസരമില്ല, നമുക്ക് അതിനുള്ള അർഹതയും നമുക്കില്ല. അത് അല്ലാഹുവിന്റെ വസ്ഫാണ്, അല്ലാഹുവിന്റെ വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനോട് സംസാരം തുടങ്ങാൻ കഴിയില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. മനുഷ്യർ, മലക്കുകൾ, ജിന്നുകൾ, അമ്പിയാക്കൾ, സകല ജീവജാലങ്ങളും ഭൂമിയിലുള്ള
പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അണിയണിയായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഫലത്തെ അധികമായി ചോദിക്കാനും ലാ യംലികൂന അൻ യുഖാതിബൂഹു ബിശൈഇൻ മിൻ നഖ്സിൽ അദാബി ഔ സിയാദത്തിൻ ഫിസ് സവാബ്, അവരുടെ ശിക്ഷയെ ലഘുവാക്കുവാനും അവരുടെ പ്രതിഫലത്തെ വർദ്ധിപ്പിക്കുവാനും അല്ലാഹുവിനോട് സംസാരം തുടങ്ങാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരാൾക്കും സാധിക്കില്ല. ആരും സംസാരിക്കില്ല. നിശബ്ദം, ശാന്തം. കാരണം ആര് തുടങ്ങും? يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. ഏതാണ് ആ ദിവസം? അല്ലാഹുവിനോട് സംസാരിക്കാൻ ഒരാൾക്കും സാധിക്കാത്ത ദിവസമേതാ? യൗമ യഖൂമുർ റൂഹു വൽ മലായിക, റൂഹും മലക്കുകളും സഫായി നിൽക്കുന്ന ദിവസം. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ, മലക്കുകളും റൂഹും സഫായി നിൽക്കുന്ന ദിവസം. ഏതാ റൂഹ്? റൂഹ് എന്ന് പറഞ്ഞാൽ മനുഷ്യാത്മാക്കൾ എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ റൂഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ധാരാളം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ ന്യായവുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിലുള്ള റൂഹ് എന്ന് അല്ലാഹു അഅലം. ജിബ്രീൽ അലൈഹിസ്സലാം ആവാം. കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല റൂഹ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, അല്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ജിബ്രീലിനെ കുറിച്ച് റൂഹ് എന്നാണ് അല്ലാഹു തആല പ്രയോഗിച്ചത്. നമ്മുടെ റൂഹിനെ മറിയമിലേക്ക് നമ്മൾ അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, അർസൽനാ റൂഹനാ, അല്ലേ? നമ്മുടെ റൂഹിനെ നമ്മൾ മറിയമിലേക്ക് പറഞ്ഞയച്ചു. റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ് പ്രയോഗിച്ചത്. അതേപോലെ തന്നെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പലരും പറയുന്നു റൂഹ് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേകമായ ഒരു മലക്കാണ് എന്നാണ്. റൂഹ് എന്ന പേരിൽ ഒരു പ്രത്യേകമായ മലക്ക്. എന്തായാലും ഈ റൂഹ് എന്നത് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഇറങ്ങി വരുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ ആരും. ഏതായാലും മലക്കുകളും റൂഹും സഫായി അണിയണിയായി നിൽക്കുന്ന ദിവസം. ലാ യതകല്ലമൂൻ, ഒരാളും സംസാരിക്കുകയില്ല. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, വാങ്ങുകൊടുക്കുന്നുണ്ടോ? ഒരാളും സംസാരിക്കുകയില്ല. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. ഇവിടെ ഒരാളും സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോ നമുക്കൊക്കെ ചില വസ്വാസികളുണ്ട്, അല്ലേ? നമുക്കൊക്കെ ചില സംശയങ്ങളുണ്ട്. അങ്ങനെയാകുമ്പോ പിന്നെ ഈ ശഫാഅത്തോ? ഇവിടെ അല്ലേ, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വാഹ്ലനാ ഇൻ ളായ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി. റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്തിനെ ചോദിക്കുന്നുണ്ട് നമ്മൾ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിരവധി ഹദീസുകളിലൂടെ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ശഫാഅത്തിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു, അല്ലേ? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ പറഞ്ഞു, ഇന്നന്നാസ യസ്വീറൂന യൗമൽ ഖിയാമത്തി ജുസ്സാ കുല്ലു ഉമ്മത്തിൻ തത്തബിഉ നബിയഹാ യഖൂലൂൻ യാ ഫുലാൻ ഇശ്ഫ യാ ഫുലാൻ ഇശ്ഫ ഹത്താ തൻതഹി അശ്ശഫാഅതു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൽ ആളുകൾ മുഴുവനും സംഘങ്ങളായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസം, ആ നിമിഷം എല്ലാ സമുദായവും അവരുടെ പ്രവാചകനെ അന്വേഷിക്കും. അവരുടെ പ്രവാചകന്റെ കൂടെയായിരിക്കും. ഓരോ സമുദായവും അവർക്കുള്ള പ്രവാചകന്മാരെ അന്വേഷിച്ച്
അവരവരുടെ പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും. എന്നിട്ട് അവരുടെ പ്രവാചകന്മാരോട് അവർ ചെന്നിട്ട് പറയും, കണ്ടെത്തിയിട്ട് പറയും, യാ ഫുലാൻ ഇശ്ഫാ, നബിയെ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യൂ നബിയെ. ആര് പറയും? എല്ലാ പ്രവാചകന്മാരോടും അവരുടെ അനുയായികൾ വന്ന് പറയും, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യൂ. പക്ഷേ ആരും ശഫാഅത്ത് ചെയ്യില്ല, ആരും ശഫാഅത്ത് ചെയ്യില്ല. അവരൊക്കെ പറയും, ഞങ്ങൾ അതിന് അർഹരല്ല എന്ന് പറയും. അങ്ങനെ ഹത്താ തൻതഹിയ ശഫാഅത്തു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എല്ലാവരും തങ്ങളിലേക്ക് എത്തിച്ചേരും. ശഫാഅത്തിന് വേണ്ടി എല്ലാവരും അവസാനം ആശ്രയിക്കുമാരെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനം ശഫാഅത്തിന് വേണ്ടി അവർ ആശ്രയിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും ചെയ്യും. ഹുവ അവ്വലു മൻ തൻശഖുൽ അൻഹുൽ അർദ് വ അവ്വലു ശാഫിഅ, റസൂലുള്ളാഹി തങ്ങളാണ് ആദ്യമായി ഖബർ പുലർത്തപ്പെടുന്ന വ്യക്തി. ഭൂമി പുലർത്തപ്പെട്ട് ഖബറിൽ നിന്ന് പുറത്തു വരുന്ന ആദ്യ വ്യക്തി ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി മഹ്ശറിലേക്ക് ആനയിക്കപ്പെടുന്ന വ്യക്തി ആരാ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി. ആദ്യം ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നത് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിലേക്ക് മുന്നിൽ നടക്കുന്ന ആള് ഹബീബായ റസൂലുള്ളാഹി. മഹ്ശറിൽ ചെന്നിട്ട് എല്ലാവർക്കും സയ്യിദായി നേതാവായി നിൽക്കുന്നതും ഹബീബായ റസൂലുള്ളാഹി. വമിനൽ ലൈൽ വാങ്ങുന്നുണ്ടാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദിന്റെ ഖുർആൻ പഠന ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദുബായിൽ നടക്കുന്ന പ്രോഗ്രാമാണ്. നമ്മൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിയുടെ ലോകം മുഴുവൻ അത് കേൾപ്പിക്കുകയാണ്. ദുബായിൽ ഇഷാ ബാങ്കാണ്. ഇപ്പോൾ ലൈവ് ടീം തിരിച്ചുവരും. ശേഷം നമുക്ക് ലൈവ് ചർച്ചയുണ്ട്. ബഹുമാനപ്പെട്ട RCKP സുന്നീസം അവരുടെ നേതൃത്വത്തിൽ. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അറിയിക്കുക. അല്ലറഫ ബാങ്ക് കഴിഞ്ഞാൽ മൈക്കിൽ വരണം. നല്ലൊരു ക്ലാസ് ആണ്. എല്ലാവരും നല്ല മുഹൂർത്തം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് റേഡിയോയിലും ഒരുപാട് ആളുകൾ റേഡിയോ TV വഹിക്കും അല്ലിയതായ വഹിക്കും ഒക്കെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ റേഡിയോയിൽ തന്നെ ഉണ്ട്. നമ്മുടെ 3 സെഷൻ റേഡിയോയിലായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നു. അൽഹംദുലില്ലാഹ്. RCKP ഇതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള ചർച്ച തുടങ്ങേണ്ടതുണ്ട്. ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഇഷാബാങ്കാണ്. UAE ഇഷാബാങ്ക്. സൗദിയിൽ ഇപ്പം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ. ഓരോ രാത്രിയിൽ നിന്ന് നബിയെ ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആൻ ഓതലോട് കൂടെ അങ്ങ് തഹജ്ജുദ് നിസ്കരിക്കുക. നാഫിലത്തല്ലക്, ഇത് അങ്ങേക്ക് അമിതമായ ഒരു പ്രത്യേകമായ നിയമമാണ്. തഹജ്ജുദ് നിസ്കാരം റസൂലുള്ളാഹി തങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമുള്ള നിർദ്ദേശവുമാണ്.
അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ, അല്ലാഹു അങ്ങയുടെ രക്ഷിതാവ് ഒരു പ്രത്യേകമായ സ്ഥാനത്തേക്ക് നിയമിച്ചേക്കാം. മഖാമും മഹ്മൂദ്. ഈ മഖാമും മഹ്മൂദ് ഏതാ? മഹ്ശറിലുള്ള ഈ ശഫാഅത്തുൻ ഉളമയാണ്, ഏറ്റവും വലിയ ശഫാഅത്ത്. ആ ശഫാഅത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും ആശ്രയിക്കുന്നു. അപ്പോൾ പിന്നെ ആരും സംസാരിക്കില്ല എന്ന് പറഞ്ഞതോ? ആരും സംസാരിക്കുകയില്ല എന്ന റസൂലുള്ളാഹി തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നു. തങ്ങൾ മാത്രമോ? അല്ല, പിന്നെയോ മുഅ്മിനീങ്ങൾക്കും ശഫാഅത്തിന് അധികാരമുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾക്കും ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകും. അതേപോലെ തന്നെ പ്രവാചകന്മാർ, സ്വാലിഹീങ്ങൾ, ഇവർക്കൊക്കെ ശഫാഅത്ത് ചെയ്യുവാനുള്ള അധികാരം അല്ലാഹു നൽകും. എല്ലാവർക്കും അവരവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാം. ഇതിന് അല്ലാഹു അനുമതി നൽകും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞതോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സ്വവാബാ. ലാ യതകല്ലമൂന, ഒരാളും സംസാരിക്കുകയില്ല, ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടല്ലാതെ. അല്ലാഹുവിന്റെ ഇതിനോടുകൂടെ അനുമതിയോടെ സംസാരിക്കാം. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ സംസാരിക്കാം. അല്ലാഹുവിന്റെ മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ വല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാനുള്ളത്? ആരാണ് ശുപാർശക്കാരനുള്ളത്? ചില ആളുകൾ പറയും, എന്തിനാണ് ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് പറയും? മൻദല്ലദീ യശ്ഫഉ ഇൻദഹു, ആരാ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാരുള്ളത്? ആരുമില്ല എന്ന് പറയും, അല്ലേ? ഇല്ലാ ബിഇദ്നിഹി എന്നത് പോലാണ് വിഴുങ്ങും. അത് വിഴുങ്ങില്ലെങ്കിൽ അവന്റെ സംഘടന ഔട്ട്. അപ്പൊ ഇല്ലാ ബിഇദ്നിഹി അവൻ വിഴുങ്ങും. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെയല്ലാതെ ശഫാഅത്ത് ചെയ്യുന്നവൻ ആരുണ്ട്? അപ്പൊ ശഫാഅത്ത് ചെയ്യില്ല എന്നല്ല, പിന്നെ ശഫാഅത്ത് ചെയ്യും എപ്പോ? അനുമതിയുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ സമ്മതമുണ്ടെങ്കിൽ. അത് തന്നെയാണ് ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടല്ലാതെ ഒരാളും സംസാരിക്കുകയില്ല. എല്ലാവരും നിൽക്കും, എല്ലാവരും നിൽക്കുകയാണ്, നിരനിരയായി നിൽക്കുകയാണ്. എന്താ സംഭവിക്കാൻ ആർക്കും അറിയില്ല. എല്ലാവരും വലിയ വിഷമത്തിലാണ്, വലിയ ഫിക്റിലാണ്, വലിയ അവന്റെ ഇതിനോടുകൂടെ സമ്മതത്തോടുകൂടെ ശഫാഅത്തായ ആളുകൾക്ക് ശുപാർശ ചെയ്യാം. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. അവന്റെ സമ്മതത്തോടു കൂടിയാകുമ്പോൾ പിന്നെ അത് മിൽക്കാക്കി എന്ന് പറയാനല്ലോ. ലാ യംലികൂന മിൻഹു ഖിത്വാബ എന്ന് പറഞ്ഞു, അല്ലേ? ലാ യംലികൂൻ, ഒരാളും ഉടമപ്പെടുത്തുകയില്ല. അതായത് അല്ലാഹുവിനോട് സംസാരിക്കുക എന്ന ആ സംഗതിയെ ഒരാളും ഉടമപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും അതിനുള്ള അധികാരമില്ല ആണോ? ഇതേ ഇപ്പൊ ഈ ഗ്ലാസ്സിലുള്ള വെള്ളം മൂപ്പര് ആ വെള്ളം എടുത്തിട്ട് കുടിച്ചു, എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് അത് കുടിച്ചു. അതായത് എന്നിൽ നിന്നും അയാളത് ഉടമപ്പെടുത്തി. നേരെ മറിച്ച് ഞാൻ അയാൾക്ക് അത് കൊടുത്തു, അല്ലെങ്കിൽ അത് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അയാൾ ഉടമപ്പെടുത്തുകയല്ല, പിന്നെ അധികാരപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
അത് എന്റെ അധികാരത്തിൽ നിന്ന് അയാൾ കുടിക്കുകയാണ്. ഞാൻ എന്റെ അധികാരത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ ഇതിനുണ്ടാകുമ്പോൾ പിന്നെ ആളുകൾ ഉടമപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. അതാണ് ലാ യംലികൂന മിൻഹു ഖിതാബ. മലക്കുകളും റൂഹും എല്ലാവരും അണിയണിയായി നിൽക്കുന്ന സ്വഫായി നിൽക്കുന്ന ആ ദിവസം ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന്റെ അനുമതിയില്ലാതെ ഒരാളും സംസാരിക്കുകയില്ല. വഖാല സ്വവാബാ. ഹക്ക് പറഞ്ഞ ആളുകളും സത്യം പറഞ്ഞ ആളുകളും സത്യം പറഞ്ഞ ആളുകൾക്കും അന്ന് സംസാരിക്കാം. അതാരാ? സ്വവാബ്, ഹക്ക് പറഞ്ഞ ആളുകൾ. അതാരാ? അള്ളാഹുവിന്റെ ഇതിന് ലഭിച്ചവരും സത്യം പറഞ്ഞവരുമേ അന്ന് സംസാരിക്കൂ. ആരാ സ്വവാബ് പറഞ്ഞവർ? ആരാണ് ഹക്ക് പറഞ്ഞവർ? ഏതാണ് ഹക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലേ ഹക്ക്? അതിനേക്കാൾ വലിയ ഹക്ക് ഏതാ? ഹക്ക് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതല്ല ഏറ്റവും, അല്ലേ? അതാണ് ഹക്ക്. അതാണ് ത്വയ്യിബുൽ കലാം. ത്വയ്യിബത്ത് അൽ കലിമത്തു ത്വയ്യിബ. ഏതാ? അലം തറ കൈഫ ളറബല്ലാഹു മസലൻ അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അതാണ് കലിമത്തുൻ ത്വയ്യിബ. കലിമത്തുൻ ത്വയ്യിബ ഹൃദയത്തിലുണ്ടാകുമ്പോഴേ അവന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നുള്ളൂ, ഉയർത്തപ്പെടുന്നുള്ളൂ. കലിമത്തുൻ ത്വയ്യിബ ഉള്ളിലില്ലെങ്കിൽ ഒരു ഫലമില്ല. അവൻ ചെയ്യുന്നതൊക്കെ വിഫലമാണ്. അവൻ ചെയ്യുന്ന അമാലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ കലിമത്തു ത്വയ്യിബ വേണം. കലിമത്തു ത്വയ്യിബ ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് സ്വവാബായ കലാം. വഖാല സ്വവാബാ. ഹക്ക് പറഞ്ഞ ആളുകളും സത്യം പറഞ്ഞ ആളുകളും. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരും ഒഴികെ എന്ന് പറഞ്ഞാൽ ആരാ? മുഅ്മിനീങ്ങൾ. അപ്പോൾ ശഫാഅത്തിന് ആർക്കും അധികാരമുണ്ടാകും? അള്ളാഹു അനുമതി കൊടുക്കും. ആർക്ക്? പ്രവാചകന്മാർക്ക് കൊടുക്കും, മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിന് അർഹരാകുന്നവരിൽ നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. ശഫാഅത്ത് ലഭിക്കാൻ ഒരുപാട് വഴികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വഴികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശുപാർശ ലഭിക്കാൻ, റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാനും ഒരുപാട് വഴികൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ റൗള ശരീഫ് അതിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് ഒരാൾ സിയാറത്ത് ചെയ്താൽ അയാൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കും. അല്ലേ? അങ്ങനെ ഒരുപാട് വഴികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ ഖാല ഹീന യസ്മഉൻ നിദാ. വളരെ നിസ്സാരമായ ഒരു കാര്യം. ശഫാഅത്ത് ലഭിക്കാൻ, അള്ളാഹുവിന്റെ പ്രവാചകരുടെ ശുപാർശ ലഭിക്കുവാനുള്ള വളരെ ചെറിയ ഒരു വഴി, എളുപ്പമുള്ള ഒരു വഴി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ഇപ്പൊ ഈ നിമിഷം മുതൽ ഇത് മനസ്സിലാക്കാൻ പോവാം. നമ്മുടെയൊക്കെ വലിയ ആവശ്യം എന്താണ്? റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കലാണ്. അല്ലേ? ആ ശഫാഅത്ത് കിട്ടുവാനുള്ള എളുപ്പവഴി. യൗമ യദ്ഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. ആദം നബി അലൈഹിസ്സലാമും ഇതര പ്രവാചകന്മാരും നഫ്സി നഫ്സി എന്ന് പറയുന്ന ദിവസം, എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്ന് പറയുന്ന ദിവസം, യൗമ യദ്ഉ ഖൈറ ഖൽഖിൽ അംബിയാ, പ്രവാചകന്മാരിൽ ഏറ്റവും ഉദാത്തമായ ഏറ്റവും ഉന്നതനായ അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം പറയുന്നു, യാ ഖൗമി, എന്റെ ജനതയെ എന്റെ ജനതയെ,
എന്റെ ഉമ്മത്തി എവിടെയാണ്, എന്റെ ഉമ്മത്തി എവിടെയാണ്? ഉമ്മത്തി ഉമ്മത്തി ഖൗമി യാ ഖൗമി യാ ഖൗം ഉമ്മത്തി ഐന ഉമ്മത്തി. ആര്? സയ്യിദുനാ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത്, അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അത് വേണ്ടേ? വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട? വേണം. അതിനുള്ളൊരു എളുപ്പ വഴിയാണ് പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, ഉമ്മമാർക്കൊക്കെ ഇത് സ്വീകരിക്കാവുന്നതാണ്. വളരെ നിസ്സാരം, നമുക്കൊക്കെ ചെയ്യാൻ വളരെ നിസ്സാരം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ? നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താ കാര്യം എന്നറിയോ? ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തന്റെ സ്വഹീഹിൽ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശഫാഅത്ത് ലഭിക്കാനുള്ള വഴി, ഹബീബായ മുത്ത് നബിയുടെ ശുപാർശയ്ക്ക് പാത്രീഭവിക്കുവാനുള്ള ഒരു എളുപ്പ വഴി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു. മൻ ഖാല ഹീന യസ്മഉൻ നിദാ, വാങ്ക് കേൾക്കുമ്പോൾ ഒരാൾ പറഞ്ഞാൽ എന്ത്? വാങ്ക് കേൾക്കുമ്പോൾ ഒരാൾ പറഞ്ഞാൽ എന്ത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു എന്നൊരാൾ പറഞ്ഞാൽ ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ, ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹി. അവന് അന്ത്യനാളിൽ അവന് എന്റെ ശുപാർശക്ക് അവൻ ഉടമയായി, അർഹനായി. എന്താ ചെയ്യേണ്ടുള്ളൂ? ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ എത്ര വാങ്ക് നമ്മൾ കേട്ടു? ഞാൻ 4 വാങ്ക് കേട്ടിട്ടുള്ളൂ. 5ാമത്തെ വാങ്ക് ഞാൻ എന്തോ ഒരു അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുള്ളൂ. നമ്മളിപ്പത്തെ വാങ്ക് അല്ലേ? ബാക്കി 4 വാങ്ക് നമ്മൾ കേട്ടു. ചില ആളുകൾ ഡയറി 4 വാങ്കിന്റെ ആൾക്കാരാണ്. കാരണം എന്താ? സുബൈ നമ്മളെ മുഅദ്ദിനുള്ളതല്ലേ, അത് നമ്മളായിട്ട് വന്നൊന്നുമില്ലല്ലോ. 4 വാങ്ക് നമ്മൾ എന്തായാലും ഡയലി കേൾക്കുന്ന ആളുകളാണ്. ഇന്നിപ്പോ 4 വാങ്കല്ല 5 വാങ്ക് കേട്ടു എന്നൊരു സങ്കല്പിച്ചോ. ഈ 5 വാങ്ക് കേട്ട് കഴിഞ്ഞ ശേഷം ആ ദുആ ആരെങ്കിലും ചെയ്തോ? കറക്റ്റായിട്ട് ആ ദുആ ചെയ്ത ആളുകൾ എത്ര ഉണ്ടാവും? സഹോദരിമാർ, ഉമ്മമാർ, ഞാൻ ഇതുവരെ ഒരു പെണ്ണ്, ഈ പ്രായം ചെന്ന ഏതാനും ചില ഉമ്മമാര്, ഉമ്മൂമ്മമാരൊക്കെ ദുആ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാർ വാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ദിക്ർ, ഈ ദുആ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കുറവാണ്. ഇല്ല എന്ന് പറയണ്ട അല്ലേ? കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ സഹോദരിമാരെ പ്രത്യേകം വിളിച്ചു പറയാൻ കാരണം. അല്ലാതെ ഇത് അവർക്ക് മാത്രം ബാധകമായതുകൊണ്ടല്ല. അവരിത് തീരെ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. വളരെ നിസ്സാരമായ കാര്യം. എന്താണ്? വാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആ അത് പതിവാക്കുക. എന്താ നേട്ടം? ശഫാഅത്ത് കിട്ടും. ഹബീബായ മുത്ത് നബിയുടെ ശഫാഅത്ത് ലഭിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ വഖാല സ്വവാബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾക്കും അവരും അന്ന് സംസാരിക്കും. എന്തിനു സംസാരിക്കും? അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അവർ ശഫാഅത്ത് ചെയ്യും. അല്ലാഹു അവർക്ക് അനുമതി കൊടുക്കും, പ്രവാചകർക്ക് അനുമതി കൊടുക്കും, സ്വാലിഹീങ്ങൾക്ക് അനുമതി കൊടുക്കും. അന്ന് സംസാരിക്കുകയില്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സ്വവാബാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ദാലികൽ യൗമുൽ ഹഖ്, നിഷേധികളെ, യൗമുൽ ബഅസിനെ കുറിച്ച് തർക്കിക്കുന്നവരെ, പുനരുദ്ധാരണ ദിവസത്തെക്കുറിച്ച് പരസ്പരം തർക്കിക്കുന്നവരെ, ചർച്ച ചെയ്യുന്നവരെ, അവിശ്വസിക്കുന്നവരെ, യൗമുൽ ബഅസിനെ കുറിച്ച് വിശ്വാസമില്ലാത്തവരെ, ദാലികൽ യൗമുൽ ഹഖ്,
അത് യഥാർത്ഥത്തിലുള്ള ദിവസമത്രേ അത് സംഭവിക്കുന്ന യഥാർത്ഥത്തിലുള്ള ദിവസമത്രേ അത്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇത്തഖദ ഇലാ റബ്ബിഹി മആബാ, അവന്റെ റബ്ബിലേക്കുള്ള മടക്കത്തിനുള്ള വഴിയെ അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. റബ്ബിലേക്ക് മടങ്ങാൻ അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. റബ്ബിലേക്ക് മടങ്ങുന്ന വഴിയെ അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. ആരെങ്കിലും ആ ദിവസത്തിൽ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ താക്കീതാണ്. അത് സംഭവിക്കുന്ന ദിവസം തന്നെയാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇനി ആർക്കാ തർക്കിക്കാനുള്ളത്? ആർക്കാണ് ഇനി പരസ്പരം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ളത്? ആ ദിവസത്തിനെ കുറിച്ചും ആ ദിവസത്തിലേക്ക് വരുന്നതിനെ കുറിച്ചും ഇതിനെയൊക്കെ സംഭവിക്കുന്ന രക്ഷിതാവിന്റെ അത്ഭുതമായ അവന്റെ അജായിബുകളെ കുറിച്ചും ഖുദ്റത്തുകളെ കുറിച്ചും എല്ലാം അള്ളാഹു പറഞ്ഞു. അള്ളാഹു തആല സമർത്ഥിക്കുന്നു, അലിക്കൽ യൗമുൽ ഹഖ്, കട്ടായം ഉറപ്പ് ആ ദിവസം അത് യഥാർത്ഥമായ ദിവസമത്രേ അത്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. ആരെങ്കിലും അള്ളാഹുവിലേക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വഴി സ്വീകരിച്ചു കൊള്ളട്ടെ. ഇനി നോക്കി നിൽക്കണ്ടെന്നർത്ഥം അല്ലേ? ഇനി നോക്കി നിൽക്കണ്ട, നാളെയാവാൻ കാത്തു നിൽക്കണ്ട, അടുത്ത നോമ്പാവാൻ കാത്തു നിൽക്കണ്ട. അതാ റമളാൻ അടുത്ത് അല്ലേ? നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇതിങ്ങനെ കേൾക്കുമ്പോ ചില ആളുകളൊക്കെ വലിയ ഭക്തിയോടുകൂടെ ഈ ദിക്ർ ഏറ്റുചൊല്ലും. ചില ആളുകൾ ഈ ദിക്ർ വളരെ ഭവ്യതയോടെ ചൊല്ലും. ചില ആളുകൾ മ്ലാനവതന്മാരായി വല്ലാത്ത മൂകരായി ഈ ദിക്ർ കേൾക്കും. എന്താ കാരണം? 1.5 മാസം കൂടി കഴിഞ്ഞ് നമ്മളെ കാര്യം കട്ടപ്പോകയാണ്. കാരണം എന്താ? റമളാൻ ഏകദേശം അടുത്തൊന്നും ആയിട്ടുണ്ട് എന്ന ആൾക്കറിയാം. ഇതേതാ മാസം ഒന്നും മുമ്പ് അത്ര നിശ്ചയമൊന്നുമില്ല. പക്ഷെ ഈ റമളാൻ അടുക്കുമ്പോഴാണ് സാധാരണ മൂല്യരുത് പറയാറുള്ളത് എന്ന് അയാൾക്കും അറിയാം അല്ലേ? അങ്ങനെ കുറെ ഫുലാമാരുണ്ട്. അങ്ങനെ കാത്തു നിൽക്കണ്ട. അള്ളാഹുവിലേക്ക് ഉദ്ദേശിക്കുന്നവർ അതിനുള്ള വഴി സ്വീകരിക്കട്ടെ. അള്ളാഹുവിലേക്കുള്ള മടക്കത്തിനുള്ള വഴി അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. എത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ. കാത്തു നിൽക്കേണ്ടതില്ല. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ. തീർച്ചയായും നിങ്ങൾക്ക് നമ്മൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അദാബൻ ഖരീബാ, അടുത്തെത്തിനിരിക്കുന്ന ഒരു അദാബിനെ കുറിച്ച് നിങ്ങൾക്ക് നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നു. തൊട്ടടുത്തെത്തി. ഖിയാമത്ത് നാളല്ലേ, മഹ്ശറിലല്ലേ, അവിടുന്ന് കാണാം അല്ലേ? അനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മഹ്ശറി കണ്ടു വാ. മഹ്ശറി നമുക്ക് നോക്കാം. അത് അന്നല്ലേ എന്ന് നാളെ അല്ലേ? ഓബൻ എന്ന് പറഞ്ഞാൽ നാളെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങയുടെ കൂടെ മുറാഫഖത്ത് കിട്ടണം എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങയുടെ കൂടെ അങ്ങയുടെ സുഹൃത്തായിരിക്കണം സ്വർഗത്തിൽ എനിക്ക് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ അയാൾക്ക് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വദൻ ഇൻഷാ അല്ലാഹ്. എന്ത്? നാളെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നാളെ. ഏതായി നാളെ? അതാണ് യൗമുൽ ആഖിറ അല്ലെങ്കിൽ യൗമുൽ ഖിയാമ, യൗമുൽ ബഅസ്, മഹ്ശർ എന്നൊക്കെ പറയുന്നത് നാളെയാണ്. ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തനാവുക എന്നത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ്. അത് കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? ഇനി എന്ത് അടയാളം അവിടെ ബാക്കിയുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അൽറഫ DC ആയിട്ടുണ്ടോന്ന് അല്ലേ? അൽറഫ ഉസ്താദ് അൽഹംദുലില്ലാഹ് നല്ല ക്ലിയറോട് കൂടി വളരെ മനോഹരമായ നല്ലൊരു
ക്ലാസ്സാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ക്ലാസ് റൂമിന്റെ എല്ലാമായ സൽമാൻ അസ്ഹരി ഉസ്താദ് അവരുടെ ക്ലാസ്സാണ്, ദുബായിൽ നിന്നുള്ള ഖുർആൻ ക്ലാസ്. ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചകളും മഗ്‌രിബിന് ശേഷം ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാകും. മറ്റു പ്രധാന ലൈവുകൾ ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ ആഴ്ചകളിലും കിട്ടും ഇൻഷാ അല്ലാഹ്. ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല ക്ലിയറോട് കൂടി ഉണ്ട്. ഏതായാലും എല്ലാ റഫ ഉസ്താദ് എത്തിയിട്ടുണ്ട്. മൈക്ക് റിലീസ്. ദജ്ജാലിന്റെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. നാളെയാണ്, അത് ഏതോ വിദൂരമായ ഒരു ദിവസമൊന്നുമല്ല, ബഈദായ ഒരു ദിവസമൊന്നുമല്ല, വളരെ അടുത്ത ദിവസം. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അടുത്തെത്തി നിൽക്കുന്ന ഭയാനകമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ മുൻപൊന്നു നിങ്ങൾ ഭയപ്പെടുത്തി അറിയിക്കുന്നു. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. ഏതാണ് ആ ദിവസം? യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. മനുഷ്യൻ അവന്റെ കരങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്ന ദിവസം. മനുഷ്യൻ അവന്റെ കരങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്ന ദിവസം. വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. കാഫിറായ നിഷേധികളായ ആളുകൾ, സത്യത്തിന്റെ കൂടെ നിൽക്കാത്തവർ, ഇതൊക്കെ നിഷേധിച്ച് തള്ളിയവർ, റബ്ബിനെ നിഷേധിച്ചവർ, പ്രവാചകരെ അവിശ്വസിച്ചവർ, ഇവരൊക്കെ വിളിച്ചു പറയും, യാ ലൈതനീ തുറാബാ. ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ എന്ന് കാഫിരീങ്ങളായ നിഷേധികളായ ആളുകൾ വിളിച്ചു പറയുന്ന ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മലക്കുകൾ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകൾ പരസ്യമായി വായിക്കുകയാണ്. മനുഷ്യന്റെ ശരീരം അത്രയും മനുഷ്യന് എതിരാണ്. മനുഷ്യന്റെ ശരീരം അത്രയും മനുഷ്യന്റെ എതിർ സാക്ഷിയാണ്. اليوم نختم على أيديهم وتشهد أرجلهم بما كانوا نختم على أفواههم. ഈ ദിവസം അവരുടെ വായകൾക്ക് നമ്മൾ സീൽ വെക്കുന്നതാണ്. നഖ്തിമു അലാ അഫ്വാഹിഹിം. അവരുടെ വായകൾക്ക്, അവരുടെ കരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതുമാണ്. വതശ്ഹദു അർജുലുഹും. അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും. അപ്പോ മനുഷ്യന്റെ ശരീരം തന്നെ ആത്മാവും ജസദും എതിരാകുന്ന ദിവസം. മനുഷ്യന്റെ അവയവങ്ങൾ അവന് എതിർസാക്ഷികളാകുന്നു. മനുഷ്യന്റെ ശരീരം അവന് എതിർസാക്ഷിയാകുന്ന ദിവസം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതാണ് യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. അവന്റെ കരങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ അവൻ നോക്കിക്കാണുന്ന ദിവസം. അവൻ മുമ്പ് ചെയ്തതും അവൻ അറിയാതെ, അവൻ വളരെ രഹസ്യമായി മറ്റൊരാളും കാണാതെ, അവൻ പോലും മറന്നുപോയ ചെറിയ ചെറിയ സംഗതികൾ മുതൽ വലിയ വലിയ സംഗതികൾ വരെ ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. എല്ലാരും ഞാൻ പറ്റിച്ചു, അല്ലേ? എല്ലാവരെയും ഞാൻ വഞ്ചിച്ചു. പോലീസിനെയും കോടതിയെയും നിയമപാലകരെയും വ്യവസ്ഥയെയും ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ വഞ്ചിച്ചു. ഞാനാള് കേമൻ തന്നെയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വിചാരം, നമ്മുടെ ധാരണ അങ്ങനെയായിരുന്നു. എന്റെ ഭാര്യയെ ഞാൻ വഞ്ചിച്ചു, എന്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചു. മോഷടൻ. കാലങ്ങളായി എന്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. കാലങ്ങളായി എന്റെ ഭാര്യയെ ഞാൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇടയിൽ, അവരുടെ മുന്നിൽ ഞാനിപ്പോഴും നല്ല പവിത്ര കഥാപാത്രമാണ്, ബഹുമാന്യനായ
അനന്യ വ്യക്തിത്വമാണ്. സമൂഹത്തെ മുഴുവനും ഞാൻ വഞ്ചിച്ചു, ആരും എന്റെ ഒരു തിന്മയും കണ്ടുപിടിച്ചില്ല, എന്റെ അധർമ്മങ്ങൾ ഒരാളുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ ഈ അധർമ്മങ്ങളത്രയും റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ, അള്ളാഹുവിന്റെ മുന്നിൽ വരുമ്പോൾ പരസ്യമായി വായിക്കപ്പെടുന്നു. അവന്റെ ഏടുകൾ പരസ്യമായി വായിക്കപ്പെടുന്നു. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ സംഗതികൾ വരെ ഒന്നും വിട്ടുപോവില്ല, ഒന്നും വിട്ടുപോവില്ല. ഇരുളിന്റെ മറവിൽ അർദ്ധരാത്രിയിൽ പ്രപഞ്ചം മുഴുവനും മയക്കത്തിലേക്ക് വഴുതി വീണ സമയം, ആരോരും അറിയാതെ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവിടെ പരസ്യമായി വായിക്കപ്പെടും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ അത് മറച്ചു വെക്കാൻ അല്ലാഹുവിന് അധികാരമുണ്ട്. സത്താറാണ് അവൻ, അല്ലേ? ദോഷങ്ങളെ, അവന്റെ അടിമകളുടെ ദോഷങ്ങളെ മറച്ചു വെക്കാൻ അല്ലാഹുവിന് അധികാരമുണ്ട്. അല്ലാഹു തആല നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ, നമ്മുടെയൊക്കെ ദോഷങ്ങളെ അല്ലാഹു മറച്ചു വെച്ച് നമ്മുടെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു രക്തൊലിപ്പിച്ച് ശുജാഇകളായിട്ട് ഇങ്ങനെ നിൽക്കുക. അവരെ രക്തൊലിപ്പിച്ച് പരിമളം അടിച്ചു വീശുന്ന പ്രത്യേകമായ ബഹുമതിയോടുകൂടെ മഹാന്മാരായ ശുഹദാക്കൾ മുഴുവനും നിരനിരയായി നിൽക്കുമ്പോൾ, പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംസ്ഥാപനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച, സമ്പത്ത് ബലിയർപ്പിച്ച, എല്ലാം നശിപ്പിച്ച, നഷ്ടപ്പെടുത്തിയ മഹാന്മാരായ അസ്ഹാബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും നിരനിരയായി നിൽക്കുന്നു. ജിബ്രീൽ ഒരു ഭാഗത്ത്, മീകായിൽ ഒരു ഭാഗത്ത്, മഹാന്മാരായ മലായിക്കത്ത് മുഴുവനും ഒരു ഭാഗത്ത്, മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവനും ഒരു ഭാഗത്ത്. എല്ലാവരുടെയും മുന്നിൽ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കുന്നു, ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കും. എന്നിട്ടാണ് വിചാരണ, എന്നിട്ടാണ് അവന്റെ നന്മ തിന്മകൾ വായിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നന്മ മുൻതൂക്കം നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതാണ് യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ കരങ്ങളുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്ന ദിവസം. വയഖൂലുൽ കാഫിർ, എന്താ കരങ്ങളുടെ പ്രവർത്തനം എന്ന് പറയാൻ കാരണം? അപ്പൊ കാലുകൊണ്ട് ചെയ്ത് കൊടുൂലേ? കാലുകൊണ്ട് ചെയ്ത് അതിൽ പെടൂലേ? അതുകൊണ്ടല്ല, പിന്നെ കരങ്ങളാണ്, അവന്റെ കൈയാണല്ലോ ഏതൊരു പ്രവർത്തനത്തിന്റെയും മുഖ്യ പങ്കാളി, അല്ലേ? അതുകൊണ്ടാണ് എല്ലാം പെടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ കയ്യനെ പരിചയപ്പെടുത്തി മാത്രം. മഹാനായ ആളെ പറഞ്ഞാൽ മതിയല്ലോ, ബാക്കി മുഴുവൻ അവന്റെ അത്ബാഅാണ്, അല്ലേ? കയ്യിന്റെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് മറ്റുള്ളവരൊക്കെ. അല്ലെങ്കിൽ തന്നെ കയ്യാണ് പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യപ്പെട്ടവനെ പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ ഏതായാലും ഉണ്ട്. മനസ്സിലായോ? അതാണ് വയഖൂലുൽ കാഫിറു, നിഷേധികൾ പറയാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ. എന്താ അവനെ പറയാൻ കാരണം? അത് പറയാൻ കാരണമുണ്ട്. എല്ലാവരെയും വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവരുടെ ഖിസാസ് കഴിഞ്ഞാൽ മണ്ണായിത്തീരുന്നുണ്ട്. അതാരാ? നമ്മുടെ മഹാനായ ആട്, മഹാനായ മൂരി, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കോഴി, ഇതൊക്കെ നമ്മൾ വളർത്തിയ മൃഗങ്ങളും കാട്ടുമൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും, അവയൊക്കെ ഖിസാസ് കഴിഞ്ഞാൽ അല്ലാഹു തആല പറയും കൂനി തുറാബാ, മണ്ണാവൂ. അതൊക്കെ മണ്ണായി, അവയൊക്കെ മണ്ണാവും. സത്യത്തിൽ അവരാണ് ഭാഗ്യവാന്മാർ, അല്ലേ? ഒരർത്ഥത്തിൽ അവരാണ്. ഇതൊന്നും അനുഭവിക്കണ്ടല്ലോ, ഇതൊന്നും അനുഭവിക്കണ്ട. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് 2-3 ദിവസം തീ കിടന്ന ഒരു പുൽക്കൊടി പറിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ, ഉമർ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ. ആരാ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ്
അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ, ജിന്നുകൾ ഇവരെയല്ലാത്ത സകല ജീവജാലങ്ങളെയും മണ്ണാക്കി മാറ്റുന്നു അവരുടെ ഖിസാസ് കഴിഞ്ഞതിന് ശേഷം. ഖിസാസ് എന്ന് പറഞ്ഞാൽ അവർക്കും ഖിസാസ് ഉണ്ട്. എന്താ ഖിസാസ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഖിസാസ് എടുക്കും. എങ്ങനെ? കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് നൽകി ഇതിന്റെ കൊമ്പ് കളയുകയും തിരിച്ച് കുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അവക്കിടയിൽ ഖിസാസ് നടത്തും. അല്ലാഹു തആല ആദിലല്ലേ, നീതി നടപ്പാക്കണ്ടേ? അല്ലാതെ കൊമ്പി മുളക്കാത്ത മൃഗം, ഒരുപാട് കുത്ത് സഹിച്ച് ഇവിടുന്ന് ജീവൻ പോയ മൃഗം, അതവിടുന്ന് അങ്ങനെ മണ്ണായി പോയാൽ അത് അനീതിയാണ് അല്ലേ? ആക്രമിക്കപ്പെട്ട മൃഗമാണ്, കൊമ്പുള്ള മൃഗത്തിന്റെ പീഡനം സഹിച്ച മൃഗമാണ്. അതുകൊണ്ട് തന്നെ കൊമ്പില്ലാത്ത മൃഗത്തിന് കൊമ്പ് നൽകിയിട്ട് കൊമ്പുള്ള മൃഗത്തെ കൊമ്പ് നശിപ്പിക്കുകയും അതിനെ തിരിച്ച് ആക്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അല്ലാഹു ഖിസാസ് നടത്തും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കൂനി തുറാബ ഫതസ്വീറു തുറാബ, അപ്പോൾ അത് മണ്ണായി മാറുകയും ചെയ്യും. ഇത് കാണുമ്പോൾ, ഇതൊക്കെ എല്ലാവരും കാണാൻ, മനുഷ്യരിതൊക്കെ കാണും. ഇത് കാണുമ്പോഴാണ് ഫയഖൂലുൽ കാഫിറു, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിഷേധികളായ ആളുകൾ പറയുന്നത്, യാ ലൈതനീ കുന്തു തുറാബ, ഞാനും ഇവരുടെ കൂടെ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ രക്ഷല്ലല്ലോ. ഐ കുന്തു ഹയവാനൻ ഫഅർജിഉ ഇല തുറാബ് എന്ന് പറഞ്ഞാൽ, ഞാൻ മനുഷ്യനായി ജീവിക്കാതെ വല്ല പൂച്ചയോ പട്ടിയൊക്കെ ആയി ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്കും ഇവരെ കൂടെ മണ്ണാകാമായിരുന്നല്ലോ എന്നവൻ അവൻ കൊതിച്ചു പോകും, അവൻ അങ്ങനെ വിളിച്ചു പറയും എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി യൗമുൽ ബഅസിനെ കുറിച്ച് ഇനി ആർക്കാ തർക്കിക്കേണ്ടത്? ആർക്കാ ഇനി തർക്കിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഖുദ്റത്തുകളും യൗമുൽ ബഅസിന്റെ കാരണങ്ങളും യൗമുൽ ബഅസിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും ശത്രുക്കളുടെയും മുഅ്മിനീങ്ങളുടെയും കാഫിരീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ഒക്കെ വിജയ പരാജയങ്ങളും നിഅമത്തുകളും അദാബും ഒക്കെ അള്ളാഹു വർണ്ണിച്ചു അല്ലേ? വളരെ വിശദമായി വർണ്ണിച്ചു. ഇനി ആർക്കാ തർക്കം? ആർക്കാ സംശയിക്കാൻ? ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. അതാണ് സൂറത്തുൻ നബ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി തന്നെ അവന്റെ ആയാത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യവർഗത്തിന് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത അമ്മ സഖാഹുല്ലാഹു ബർദു ശറാബി യൗമൽ ഖിയാമ. സൂറത്ത് അമ്മ, അതായത് നമ്മുടെ ചർച്ച ചെയ്ത സൂറത്തുൻ നബ, ആരെങ്കിലും സൂറത്തുൻ നബ പാരായണം ചെയ്താൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ തണുത്ത വെള്ളം കുടിപ്പിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾക്ക് നരബാധിക്കാനിടയായ ഒരു സൂറത്താണേത്? സൂറത്തുൻ നബ അല്ലേ? അത്രയും കനപ്പെട്ട ആശയ സമ്പുഷ്ടമായ ഗൗരവമുള്ള സൂറത്താണ്. ഈ സൂറത്തൊരാൾ പാരായണം ചെയ്താൽ, സൂറത്തുൻ നബ അമ്മ യതസാഅലൂൻ എന്ന സൂറത്തൊരാൾ പാരായണം ചെയ്താൽ സ്വർഗ്ഗത്തെ ഖിയാമത്ത് നാളിൽ അവന് തണുത്ത വെള്ളം കുടിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതോടുകൂടെ നമ്മുടെ സൂറത്തുൻ നബ നിർത്തിവെക്കുകയാണ്. ഇത് നമുക്ക് തൊട്ടടുത്ത സൂറത്ത് നാസിആത്ത്, സൂറത്തുൻ നാസിആത്ത് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والنجم نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة
فإذا هم بالساهرة എന്ന് തുടങ്ങി സൂറത്തുൻ നാസിആത്താണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആശയങ്ങളും അതിന്റെ അർത്ഥതലങ്ങളും വേണ്ട വിധം മനസ്സിലാക്കാൻ അതനുസരിച്ച് ജീവിതം പവിത്രമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലിക്കാർക്കും തൗഫീഖ് ചെയ്യട്ടെ. പലരും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സഹോദരിമാര് ചില ആളുകളൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറെ ചില സുഹൃത്തുക്കളൊക്കെ ഫോൺ ചെയ്തിട്ട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു, ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. വളരെ ആത്മാർത്ഥത കൂടെ ആമീൻ പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد